ഈ ചേട്ടനോട് ആക്രി ഇറക്കാൻ വരുന്നല്ലേ? അയ്യോ, നേരത്തെ പറഞ്ഞ സത്യായിരുന്നോ? എന്നെ ആക്രി കൊടുക്കാനുള്ള പ്ലാൻ ആണോ? എന്തേ? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ല. പിന്നെ ഇവിടെ നിൽക്കണത് ചേട്ടനോട് സംസാരിച്ചോണ്ടിരിക്കുന്നു. ചേച്ചി സത്യം പറ, എന്നെ കൊടുക്കാനുള്ള പ്ലാൻ ആണോ? അതെ, നിന്നെ കൊടുക്കാനുള്ള പ്ലാൻ തന്നെയാ. പറ്റിയ ആളെ കേശോടെ നപ്പിക്കൊണ്ടിരിക്കുക. ചേച്ചി എന്തോന്ന് ചേച്ചിക്ക്? പിന്നെ അല്ലാതെ പറഞ്ഞാ കേൾക്കാത്ത പിള്ളേരെ എന്തിനാ വീട്ടിൽ നിർത്തുന്നേ? ആർക്കെങ്കിലും കൊടുത്താ പോരെ? എന്താണ് ആക്രിച്ചേട്ടനായിട്ട് സംസാരം? അതൊന്നുമല്ല, ഇവിടെ പുറകില് കുറച്ച് ചളിങ്ങിയ പാത്രമൊക്കെ കിടപ്പുണ്ടല്ലേ, അതങ്ങ് കൊടുത്തിടാന്ന് വിചാരിച്ചു. അപ്പൊ വില കൊണ്ട് അങ്ങോട്ട് ഒക്കുന്നില്ലായിരുന്നു. അങ്ങനെ ചേച്ചി ഒരാളെ അപ്പുറത്ത് പേടിച്ച് ഒളിച്ചിരിക്കുന്നുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പാറുവിനെ കൊടുക്കാൻ പോവാന്ന്, അത് കേട്ട് പേടിച്ചിരിക്കുക. ഞാൻ ഇപ്പൊ ആക്രി ചേട്ടനായിട്ട് സംസാരിക്കുന്നവള് കേട്ട് ഇവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഈശ്വര എന്നെ കൊടുക്കുവെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഉണ്ടാവണം. കേശുവേ, ഓ പാറുവിനെ കൊടുക്കുന്ന കാര്യം എന്തായടാ? ചേച്ചി ഇത്രയും നേരം ഞാൻ ആ പുള്ളി എടുത്ത് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ചെയ്, ആക്രി വിലക്ക് എടുത്തോ, നമുക്ക് അത്ര വലുതായിട്ടൊന്നും ഫണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറയുക, എവളെ കിട്ടിയിട്ട് പുള്ളിക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ലെന്ന്. അതിപ്പോ നമുക്കും ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ പുള്ളി പറഞ്ഞ് പുള്ളിക്ക് വേണ്ടാന്ന്. സമാധാനം. വേണ്ടെന്ന് പറഞ്ഞ? ആ, കാരണം പുള്ളിയല്ല ഈ ഏരിയ ഹാൻഡിൽ ചെയ്യുന്നത്, പുള്ളിയുടെ ബോസ് ആണെന്ന്. അതായത് ഈ വീട്ടിൽ പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേര്, പഠിക്കാത്ത പിള്ളേര്, തല്ലിയുള്ളി പിള്ളേര്, ഇവരെയൊക്കെ പുള്ളിയുടെ ബോസ് ആവശ്യമില്ലാത്ത വീട്ടിൽ നിന്ന് എടുത്ത് കളക്ട് ചെയ്തോണ്ട് പോകും. ആണല്ലേ? അപ്പൊ അവര് വന്ന് ചാക്കിലാക്കി കൊണ്ട് പൊക്കോളും, നമ്മൾ അങ്ങോട്ട് ചാക്കിൽ കൊണ്ടുപോണ്ട. അവര് വന്നെടുത്തോളും. ഞാൻ സംസാരിച്ച രീതിയില് ഒന്നെങ്കിൽ നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഒന്ന് പാക്ക് ചെയ്തോണ്ട് പോകും. എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ. ഇന്ന് രാത്രി തന്നെ വന്ന് കൊണ്ടുപോകാൻ പറ. സ്കെയിലോട്ട് വരും, തൂക്കും, വില കൊടുത്തു വിടുന്നു. ആ, കൊടുത്തു വിടുന്നു. അത്രേ ഉള്ളൂ പരിപാടി. അത്രേ ഉള്ളൂ പരിപാടി. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലല്ലോ. അതെ, പറഞ്ഞാലും കേൾക്കൂല, പഠിക്കത്തൂല്ല, രാവിലെ എണീക്കോ ഇല്ല, പല്ലും തേക്കൂല. അത് തന്നെ, പല്ലും തേക്കൂല. ഇത്രയും പറഞ്ഞിട്ടും വന്നില്ല. ഞാൻ എങ്ങോട്ടും പോകത്തില്ല. എന്താ? ഞാൻ എങ്ങോട്ടും പോകത്തില്ലാന്ന്. അത് നീയല്ലല്ലോ തീരുമാനിക്കുന്നത്. നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞങ്ങളല്ലേ. അപ്പൊ ഞങ്ങളാണത് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലേ? ഞങ്ങള് പറയുന്നൊന്നും കേക്കത്തുമില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് തർക്കുത്തരവും പറയും. നിനക്ക് ഞങ്ങളുടെ അടുത്തല്ല സ്നേഹമില്ലാത്ത. ചേട്ടാ, ചേട്ടൻ്റെ ഒരേ ഒരു അനിയത്തിയല്ലേ ഞാൻ? അല്ല, നിനക്ക് തെറ്റി. എനിക്ക് ഒരു അനിയത്തി കൂടെ ഉണ്ട്, പേര് ശിവാനി. പിന്നെ ചേച്ചിയായിട്ടാണെങ്കിൽ ചേച്ചിയുണ്ട്. കേശു, ഓ, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. സപ്പോസ് ആക്രിയുടെ ബോസ് ഇവളെ വേണ്ടെന്ന് പറഞ്ഞ എന്ത് ചെയ്യും? എന്തായാലും ഇവളെ വേണ്ടെന്ന് പറയും, ഉപകാരം ഒന്നും ഇല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൺലൈനിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അതാകുമ്പോ എന്തായാലും കിട്ടുമല്ലോ. ഇതിനെ കൊടുത്തിട്ട് എന്ത് കിട്ടാനാ? ഇപ്പൊ എന്ത് കിട്ടിയല്ലോ ലാഭമല്ലേ, ഒരു മുട്ടുസൂചി ആണെങ്കിൽ പോലും. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാല്ലേ? അങ്ങനെ ചെയ്യാം. വിത്ത് ഫോട്ടോസ് ആയത് വിടാം. ഈ പ്ലോട്ട് ഫോർ സെയിൽ എന്നൊക്കെ പറഞ്ഞ പവർ ഫോർ സെയിൽ. സെറ്റാ. എന്താണ് പറയ? ഹാപ്പി അല്ലേ? അപ്പൊ ചേച്ചി കൂടെ ചേർന്നിട്ടുള്ളതാണല്ലേ? അതെ, വീട്ടിൽ ഉപകാരം ഇല്ലാത്ത സാധനം ഞങ്ങൾ ആക്രിക്ക് കൊടുക്കാറാ പതിവ്.
ചേച്ചി കൊണ്ട് 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 കരയെല്ലാം ചെയ്യും. വളരെ അടുത്ത് പോയാ